ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച തക്കാളി ഉപയോഗിച്ചുള്ള ഒരു കറിയാണ്. ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പച്ച തക്കാളിയാണിത്. ഈ തക്കാളി ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഞങ്ങളുടെ അടുക്കള തോട്ടത്തിനെ പറ്റിയുള്ള ഒരു വ്ലോഗ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തവർ കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയും കൂടിയാണിത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ വളരെ ഈസിയായി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പച്ച തക്കാളി ഉപയോഗിച്ചുള്ള കറി. ഞാൻ 6 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 8 എണ്ണം വരെ എടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇവിടെ ഞാൻ 1/2 പീസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ പകുതി ഭാഗമാണ്. 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ മൂന്നിനെയും കൂടെ നന്നായി അരച്ചെടുക്കണം. വേണമെങ്കിൽ പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ പിന്നീട് ചേർക്കുകയാണ് ചെയ്യുന്നത്. തക്കാളിയെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയെ 4-5 പീസാക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള തക്കാളി എടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നെടുകെ മുറിച്ചതിന് ശേഷമാണ് പാനിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. തക്കാളി ഇരുന്ന് തിളച്ചു വരട്ടെ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ തക്കാളി ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം, അത്രേ ഉള്ളൂ. ഇത് മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തക്കാളി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. പച്ച തക്കാളി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിരിക്കും. ഹാർഡ്നെസ് എല്ലാം പോയി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ തക്കാളിയും പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ള കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അതും. അധിക പേരുടെയും ഫേവറേറ്റ് ഡിഷ് കൂടെ ആയിരിക്കും അത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കാം. ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണ്. ഇതിലോട്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇനി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മോരുകറിയിലോട്ട് അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ ജീരകം കൂടെ ചേർക്കാം. അരപ്പ് പാനിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ജീരകം ചേർത്ത കറിയാണെങ്കിൽ ചോറിന്റെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ജീരകം ചേർക്കാത്ത കറിയാണെങ്കിൽ ചോറിന്റെ കൂടെയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം, ദോശയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. ഈ കറി ഒരുപാട് ലൂസ് ഒന്നും ആകണ്ട, കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടത്. ഞാൻ ഇതിലോട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. മിക്സി ഒന്ന് കഴുകി ഒഴിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിരുന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട്. ഒരുപാടൊന്നും തിളപ്പിക്കരുത്, ചെറുതായൊന്ന് തിളച്ചു വന്നാൽ മാത്രം മതി. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ അടച്ചു വെക്കാം. നമ്മുടെ പച്ചത്തക്കാളി കറി വെന്തു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ തക്കാളി കറിക്ക്. ഇനി ഇതിലോട്ട് വേണ്ടിയുള്ള വറവ് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാലേ നാടൻ സ്മെല്ല് ഉണ്ടായിരിക്കുള്ളൂ കറിക്ക്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 പിഞ്ച് ഉലുവ കൂടെ ചേർക്കാം. രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളിയെ ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മതി. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ. ഇത് നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. അടുത്തതായി കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വറവിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ച തക്കാളി കറിയാണിത്. നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണിത്. ഇതിലോട്ട് നമ്മുടെ വറവ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ട് തന്നെ ഈ കറിയിലോട്ട് മോരോ അല്ലെങ്കിൽ പുളിയോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ കറി. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പച്ച തക്കാളി കറി തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. നല്ല ചൂടുള്ള ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.